ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ കാലിക്കറ്റ് പാരഡൈസിലാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ചക്കു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും വിളിച്ച് പറയലും എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുകാരെല്ലാവരും വരുമെന്ന്. ബർത്ത്ഡേൻ്റെ സ്പേസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കേക്ക് മാത്രം കൊടുന്നാൽ മതി, സ്പേസ് എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആൾ. ഇത് അപർണയുടെ ബ്രദറാണ്. ആളാണ് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇന്ന്. ഇതാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന സ്പേസ്. അവർ ബലൂണെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവരവരുടെ ഒരു ഫൈനൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെക്കുന്ന ഫൈനൽ അറേഞ്ച്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചെറിയ ഫണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് എത്തി. ചേച്ചിയും അളിയനും പിള്ളേരും ഒക്കെ എത്തി. അപർണയുടെ അച്ഛനും അമ്മയും എത്തി. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, ചേട്ടനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുവാണ്. എന്ന് പറഞ്ഞു സ്റ്റാഫെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. നമ്മുടെ കൂടെ തന്നെ നിന്നു. എന്താവശ്യമാണെന്നുണ്ടെങ്കിലും അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പോയിട്ട് അത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേക്കെല്ലാം അവർ തന്നെ മുറിച്ച് നമ്മളെല്ലാവരും കഴിച്ചു. ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് ഗിഫ്റ്റ് എല്ലാം ചക്കുവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചക്കു ആണെങ്കിൽ അതെല്ലാം അപ്പം തന്നെ തുറന്നു നോക്കി ഡ്രസ്സൊക്കെ മേലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇഷ്ടം കൊണ്ടും ഭയങ്കര ഉമ്മ കൊടുക്കലാണിപ്പോൾ. ഈ സ്പേസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് പുറത്തുള്ള വണ്ടികൾ പോകുന്നതും ബസ് പോകുന്നതും എല്ലാം നമുക്കിങ്ങനെ ഇരുന്ന് കാണാം. ഭയങ്കര ഒരു ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. നമ്മൾ ഈ ഒരു ആംബിയൻസിൽ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടോ. നമ്മൾ കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും ഹാപ്പിനെസ്സും ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങ് അടിച്ചു പൊളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ്.